ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരൽ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരൽ പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആന്റണി വെച്ചിരിക്കുന്ന ആ ഒരു വലിയ ചതിയിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ സച്ചിക്ക് ഉണ്ടാവുന്നുണ്ടല്ലേ. ആദ്യമേ തന്നെ സച്ചിക്ക് നഷ്ടപ്പെടുന്നത് തൻ്റെ കാറാണ്. അങ്ങനെ വളരെയധികം സങ്കടത്തോട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ എന്നും ആശ്വസിപ്പിച്ച് കൂടെ നിർത്തും, അതായത് തൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും തന്നെ മാറ്റി നിർത്തുകയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇരുന്ന സച്ചിക്ക് വലിയൊരു തിരിച്ചടി കിട്ടിക്കൊണ്ട് തന്നെ രവിയും രേവതിയും എല്ലാവരും തന്നെ സച്ചി തള്ളി പറയുകയാണല്ലേ. ആ ഒരു സമയത്ത് സച്ചിക്ക് പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാവുന്ന രീതിക്കെല്ലാം തന്നെ സച്ചി ഇവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും ഒന്നും തന്നെ ഉൾക്കൊള്ളുന്നില്ല. പിന്നെ ചന്ദ്രയും സുധിയൊക്കെ മനഃപൂർവ്വം തന്നെ സച്ചിയെ കുറ്റപ്പെടുത്താനിരിക്കുന്നവരാണല്ലോ. അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് നമ്മുടെ സച്ചിക്ക് അറിയാം. എന്നിരുന്നാലും തന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന തന്റെ ഭാര്യയും അച്ഛനും തന്നെ ഒറ്റപ്പെടുത്തുന്നതിൽ സച്ചി ഒരുപാട് വേദനിക്കുകയാണ്. ഹസ്ബൻഡിൽ ചെന്നതിന് ശേഷം മഹേഷിനോടും തന്റെ കൂട്ടുകാരോടുമായിട്ട് എല്ലാ സങ്കടങ്ങളും തുറന്നു പറയുന്നുണ്ട്. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, നീ മദ്യപിച്ചിട്ടില്ല എന്ന്. എന്തായാലും സച്ചി നീ സൂക്ഷിക്കേണ്ടതായിരുന്നു. എന്തായാലും സച്ചി നീ സങ്കടപ്പെടുന്നുണ്ട്, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഞങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് സച്ചിയെ സമാധാനിപ്പിച്ച് നിർത്തുന്നതായിരുന്നു. അങ്ങനെ പൂർണ്ണമായും എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തു എന്നുള്ള സങ്കടത്തോട് സച്ചി ഇരിക്കുന്ന സമയത്താണ് രേവതിയും മഹേഷും കാണുന്നത്. അപ്പം മഹേഷ് സച്ചിയുടെ നിരപരാധിത്വം മനസ്സിലാക്കാനായിട്ട് രേവതിയോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ രേവതി വിശ്വസിക്കുന്നില്ല. എന്നാൽ അവസാനം മഹേഷ് പറയുന്നതും കാര്യമുണ്ടെന്ന് രേവതിക്ക് തോന്നുകയാണ്. എന്നാൽ രേവതിയെ കൊടുക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ എവിടെ നിന്ന് വന്നു എന്ന് അറിയണമെന്ന് കൊണ്ട് തന്നെ രേവതി നേരെ ബ്യൂറോയിലേക്ക് ചെന്നതിന് ശേഷം അവിടുത്തെ CCTV ക്യാമറ അവിടുത്തെ മാനേജറുടെ സഹായത്തോടെ തന്നെ കാണുകയാണ്. ആ ഒരു സമയത്താണ് ഇതെല്ലാം ആന്റണി ചെയ്ത ചതിയാണെന്ന് സച്ചി മദ്യപിച്ചിട്ടില്ല എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഉടനെ തന്നെ ശ്രീകാന്തിനെ വിളിച്ചോരെ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം സച്ചിനോട് ഒരുപാട് ക്ഷമയൊക്കെ പറയുന്നുണ്ട് രേവതി. സച്ചേട്ടനെ ഞാൻ ആരൊക്കെ മനസ്സിലാക്കിയാലും സച്ചിയാണ് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു, സച്ചേട്ടനോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയാണ് കേട്ടോ. കൂടുതൽ തന്നെ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ്റെ നിരപരാധിത്വം ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഈ നാട്ടുകാരൻ എല്ലാവരും തന്നെ സച്ചേട്ടനെ കുറ്റപ്പെടുത്തിയാൽ തന്നെ അത് മാറ്റി പറയണം. ശ്രീകാന്ത് സച്ചിയായിട്ടും തുറന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് CCTVയിൽ നിന്ന് കിട്ടിയ ആ ഒരു വീഡിയോയും കൂടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും തന്നെ സച്ചിയുടെ നിരപരാധിത്വം മനസ്സിലാക്കണമെന്നൊക്കെ രേവതി പറയുകയാണ്. അതേപ്രകാരം തന്നെ ശ്രീകാന്ത് സച്ചിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. സച്ചി എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക മാത്രമല്ല, ഇനി ആരും ഇങ്ങനെ ചതിക്കുഴിയിൽ വീഴരുത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ ഒരു വീഡിയോയും നമ്മൾ സച്ചി തുറന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോയും വൈറലാവുന്നുണ്ട്. ലക്ഷ്മിക്കും അതുപോലെ തന്നെ ദേവുവിനും ഒക്കെ ഭയങ്കര സങ്കടമാവട്ടെ. ആ ഒരു ചെറിയ സമയം കൊണ്ടാണെങ്കിലും ഒരുപാട് സച്ചിനെ തെറ്റിദ്ധരിച്ചല്ലോ. അങ്ങനെ ആ ഒരു വീഡിയോ SI കാണാൻ ഇടവരികയും അദ്ദേഹം സച്ചിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടെ രേവതി ശ്രീകാന്തും ചെല്ലാണ്. അതിനുശേഷം സച്ചിയോട് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് അദ്ദേഹം. എന്നിട്ട് പറയുന്നുണ്ട്, സച്ചി ഞങ്ങളോട് ക്ഷമിക്കണം, പോലീസുകാർക്ക് എപ്പോഴും ഒരു പോലീസുകാരന്റെ കണ്ണോടുകൂടി തന്നെ കാണാൻ ശ്രമിക്കുകയുള്ളൂ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്തായിരുന്നു, പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരുന്നു സച്ചിനോട് ഇതേ രീതിയിൽ പെരുമാറാൻ പാടുള്ളായിരുന്നു. പക്ഷേ വീഡിയോ വന്നത് അതേ രീതിയിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായതുകൊണ്ട് കൂടുതലൊന്നും ഞങ്ങൾ അന്വേഷിക്കാൻ നിന്നില്ല. സച്ചിയുടെ കാറുമായിട്ട് പോകാമെന്നൊക്കെ ഇൻസ്പെക്ടർ പറയുന്ന സമയത്ത് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു സമയം തന്നെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അവനെയും കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു പോലീസുകാരൻ ആന്റണിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ കേട്ടോ. ആന്റണിയെ കാണുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും തന്നെ സച്ചി പറയുന്നില്ല. വന്ന ഉടനെ തന്നെ പോലീസുകാരൻ പറയുന്നുണ്ട്, സച്ചി നിനക്ക് വേണമെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം മേടിക്കാതല്ല, ഇവനെ അറസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവന് നഷ്ടപരിഹാരം ഒന്നും എനിക്ക് വേണ്ട, അതിനകത്ത് ഒരുപാട് പേരെ കണ്ണുനീരുണ്ടാവും, ആ ഒരു പണം എനിക്ക് ആവശ്യമില്ല, ഇവൻ ഇനിമേൽ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കണമെന്നാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെയാണ് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ സച്ചിക്ക് മുന്നിൽ വെച്ച് തന്നെ പോലീസുകാരൻ ആന്റണി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിക്ക് വണ്ടി തിരിച്ചു കിട്ടുക മാത്രമല്ല സച്ചിയുടെ നിരപരാധിത്വം അവിടെ തെളിയിക്കുകയാണ്. അങ്ങനെ ഒരു വീഡിയോ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.